എൻ്റെ പേര് PI റഫീഖ്. ഞാൻ കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. എനിക്ക് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ജോലി സംബന്ധമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉച്ച സമയത്തോടുകൂടി എനിക്ക് ഒരു സ്കൂട്ടർ അപകടമുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ സമീപത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പ്രാഥമികമായ ശുശ്രൂഷകൾ നടത്തുകയുണ്ടായി. അവിടെ എനിക്ക് എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ കാലിന് സാരമായ ഒരു പൊട്ടലുണ്ടെന്നും അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ആശുപത്രിക്കാരുടെ നിർദ്ദേശപ്രകാരം അല്പം കൂടി സൗകര്യപ്രദമായ ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുവാൻ എനിക്ക് അപകടമുണ്ടായപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ എൻ്റെ സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളുമായി ഒരുപാട് ആൾക്കാർ അവിടെ ഓടിയെത്തി. അവരെല്ലാം കൂടെ ചേർന്ന് എന്നെ വളരെ പെട്ടെന്ന് ഈരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ശനിയാഴ്ച ഒരു 4 മണിയായപ്പോഴാണ് എന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇവിടെ വന്ന് എനിക്ക് എൻ്റെ എക്സ്റേയും മറ്റ് പരിശോധനകളെല്ലാം നടത്തിയപ്പോൾ എൻ്റെ വലതുകാലിൻ്റെ തുടയുടെ അസ്ഥിക്ക് അല്പം സാരമായ പൊട്ടലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതനുസരിച്ച് ഇവിടുത്തെ സ്റ്റാഫും നേഴ്സുമാരും മറ്റുള്ള എല്ലാ ജീവനക്കാരും വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറുമായി ബന്ധപ്പെട്ടു. എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലെ മാനേജിംഗ് ഡയറക്ടറും കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി അതുപോലെ തന്നെ പല മാനേജർമാരും എല്ലാം നേരിട്ട് ഇവിടെ വന്നു. അവരെല്ലാം ഡോക്ടറുമായിട്ട് സംസാരിച്ചു. ഏതായാലും തൊട്ടടുത്ത ഞായറാഴ്ച ദിവസം അന്ന് അവധിയായിട്ട് പോലും ഡോക്ടർ രാവിലെ വരികയും എൻ്റെ സർജറി നടത്തുകയും ഒരു ദിവസം അവരുടെ ICUയിൽ എന്നെ ചികിത്സിക്കുകയും അതിനുശേഷം ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയോടുകൂടി എന്നെ റൂമിൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞാൻ 100% ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, ഉറപ്പിച്ച് പറയുന്നു. ഈ ഹോസ്പിറ്റലിലെ ഈ സ്വീപ്പർ ജോലി ചെയ്യുന്ന ആൾക്കാർ മുതൽ ഇവിടുത്തെ ഏറ്റവും ഉന്നതായ നേഴ്സുമാർ, ഡോക്ടർമാർ, കൗൺസിലർമാർ, കൗൺസിലിംഗ് തരുന്നവർ, ലാബ് എന്ന് വേണ്ടുന്ന എല്ലാ മേഖലകളിലും എനിക്ക് പേര് പറയാൻ കഴിയുന്നില്ല, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും 100-101% എനിക്ക് പൂർണ്ണമായ സഹകരണവും സ്വാതന്ത്ര്യവും എനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇനി എനിക്കറിയാവുന്ന ആളുകളോടെല്ലാം സൺറൈസ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയും അവരുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുവാൻ ഞാൻ പറയുകയും ചെയ്യും. എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം എന്നെ വളരെയധികം നല്ല രീതിയിൽ എന്നെ പരിചരിച്ചു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സർജറി നടത്തിയ ഡോക്ടർ ഗോവിന്ദ്, ഡോക്ടർ വൈശാഖ്, പിന്നെ എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും തോന്നുന്ന ഈ ഫിസിയോതെറാപ്പിയുടെ ഭാഗമായി എന്നെ ആദ്യമായി ഞാൻ പേടിച്ചിരുന്നപ്പോൾ തന്നെ ധൈര്യമായി എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിയ ഫിസിയോതെറാപ്പി ടീമിലെ ആഷിഖിൻ്റെ ടീമിലെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഏറ്റുമാനൂർ സ്വദേശിയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനോടുള്ള വളരെ ഒരു വലിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ സേവനം എനിക്ക് വളരെയധികം എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നതിൽ എനിക്ക് പ്രയോജനപ്പെട്ടു. ഇവരോടെല്ലാമുള്ള ഒരു സ്നേഹവും ഒരു കടപ്പാടും എപ്പോഴും എനിക്കുണ്ടായിരിക്കും എന്ന് ഞാൻ അറിയിക്കുന്നു.